നാട്ടിൽ വേറൊക്കെ ഉണ്ട് ഇപ്പോൾ? നാട്ടിൽ എനിക്ക് അമ്മയുണ്ട്, സിസ്റ്റേഴ്സും ബ്രദേഴ്സും ഒക്കെ ഉണ്ട്. അച്ഛൻ മരിച്ചിട്ടിപ്പം ഏതാണ്ട് 17 വർഷമായി. എന്തൊക്കെയാണ് മലയാളി സമാജത്തിൻ്റെ പ്രവർത്തനങ്ങൾ? മലയാളി സമാജത്തിൽ നിന്ന് എല്ലാ കല, മറ്റുള്ള കാര്യങ്ങൾ, ആയുർവേദം, ഇത് പിന്നെ ക്ലാസ്സസ്, ഡാൻസ്, മറ്റുള്ള എല്ലാ കാര്യങ്ങളും, നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇവിടെ നടത്തി കാണിക്കുന്നുണ്ട്. സാർ എന്തിൻ്റെയൊക്കെ സമിതിയുടെ? ഞാൻ ഇതിൻ്റെ നെരൂർ അയ്യപ്പ സേവാ സമിതിയത്തിൻ്റെ ഫൗണ്ടർ സെക്രട്ടറിയാണ്. ന്യൂ ബോംബെ നായർ സമാജത്തിൻ്റെ ഫൗണ്ടർ പ്രസിഡൻറ്റ്, കേരള സമാജത്തിൻ്റെ ഫൗണ്ടർ മെമ്പർ, കമ്മിറ്റി മെമ്പർ 25 വർഷം മുമ്പുള്ള, അങ്ങനെ പിന്നെ പല ക്ഷേത്രങ്ങളുണ്ട് ഇവിടെ. അയ്യപ്പൻ്റെ ക്ഷേത്രം, അത് ഇത്, അങ്ങനെയുള്ള ഒരുപാട് മെമ്പർഷിപ്പൊക്കെ ധാരാളമുണ്ട്. പക്ഷേ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇന്ന് വളരെ കുറവാണ്. കാരണം ഈ ബിസിനസ്സിൽ ഇത്രയും നിന്നിപ്പം ടൈമിങ് അല്ലാണ്ട് അതിനുവേണ്ടി ഡൈവേഴ്സ് ചെയ്യുന്നത് കൊണ്ട് മറ്റൊന്നിനും കൂടുതൽ ഇത് ചെയ്യാൻ പറ്റില്ല. അത് ഇന്ന് വരുന്ന സാർ ആക്റ്റീവായിട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. സാർ ഈ ഇത്തരം സംഘടനകളിലിപ്പോൾ ഇപ്പം ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ ട്രസ്റ്റിൻ്റെ സംഭവങ്ങളായാലും തന്നെ ഏറ്റവും കൂടുതൽ അന്നത്തെ ആൾക്കാർ തന്നെയാണോ അതോ ചെറുപ്പക്കാർക്ക് ഇതിന് താല്പര്യമുണ്ടോ? ചെറുപ്പക്കാർ ഇതിനകത്ത് ആക്റ്റീവായിട്ട് വരുന്നുണ്ടോ? ഇതിനെന്ന് മാത്രമല്ല, അമ്പലത്തിനെന്ന് മാത്രമല്ല, ഒരു മലയാളി സംഘടനയ്ക്കും ഇന്ന് ചെറുപ്പക്കാർക്ക് വലിയ താല്പര്യങ്ങളൊന്നുമില്ല. ഓണം കൊണ്ടാറുണ്ട്, ഇന്നും ഓണം ഉണ്ടാകാറുണ്ട്. ഓണം ഏത് രീതിയിൽ നമ്മൾ നാട്ടിൽ 40 വർഷം മുമ്പ് ചെയ്തോ ആ രീതിയിൽ ഇന്നും ഇവിടെ നടത്താറുണ്ട്. മലയാളി സദ്യാലയങ്ങൾ ഇന്നും ഉണ്ട് ഇവിടെ. എന്ത് തരം ബിസിനസ്? പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു വെച്ചു. അതെ, പക്ഷെ അതെന്താണെന്നുള്ളത് പ്ലാസ്റ്റിക്കിൽ നമ്മളത് ഫാബ്രിക്കേഷൻ, ഇതെന്ന് പറഞ്ഞാൽ കെമിക്കൽ കമ്പനിക്ക് ഉപയോഗിക്കുന്ന ടാങ്ക്സ് ആൻഡ് വെസൽസ് ഒക്കെയാണ്. അതായത് ഇപ്പോൾ ആസിഡ് സ്റ്റോർ ചെയ്യണോ, ആൽക്കലി സ്റ്റോർ ചെയ്യണോ, അതൊന്നും MS-ലോ മറ്റുള്ള ഇതിലോ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ, ഇപ്പോൾ സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്ന സൾഫ്യൂരിക് ആസിഡ് ഒന്നും സ്റ്റെയിൻലെസ് സ്റ്റീലിലൊന്നും സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിന് പറ്റിയ ഉള്ള ഐറ്റംസൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് റാ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ കെമിക്കലൊക്കെ ഇങ്ങനെ പിന്നെ സൂക്ഷിച്ചു വെക്കാം എന്നുള്ളതൊക്കെ സാർ അതെങ്ങനെ പഠിച്ചതാണ്? അല്ല, അത് കെമിസ്ട്രിയിലുണ്ടല്ലോ. സാറ് സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചു എന്ന് പറഞ്ഞു. ഇവിടെ വന്ന് ബികോം അക്കൗണ്ടൻസി അക്കൗണ്ടൻ്റായിട്ട്. ഞാൻ പറയാം, എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഇന്ന് കൂടുതലും കോമൺ സെൻസ് ആണ്. പിന്നെ നമ്മുടെ സ്കില്ല് ഉപയോഗിക്കുക, പുസ്തകങ്ങൾ പഠിക്കുക. നമ്മളിപ്പോൾ ഒരു കെമിക്കൽ ഉണ്ടെന്ന്, കെമിക്കൽ ഇപ്പോൾ നാട്ടിൽ ചാർട്ടുണ്ട്, എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ ഒരു ഫയൽ എടുത്ത് ഞാൻ അപ്പോൾ നോക്കും, എന്താണ് ഇതിൻ്റെ ഈ കെമിക്കൽ ഇതിന് സൂട്ടബിൾ ആണോ. അത് ഇതിനകത്ത് കൃത്യമായിട്ട് ഏത് ബുക്ക്, ഒരു ഹാൻഡ് ബുക്ക്, ഒരു എഞ്ചിനീയറിംഗ് ഹാൻഡ് ബുക്കോ അല്ലെങ്കിൽ ഒരു കെമിക്കൽ മറ്റേ ബുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാം ഉണ്ടാവും. കമ്പ്യൂട്ടർ എങ്ങനെ പഠിച്ചു? കമ്പ്യൂട്ടർ എന്ന് പഠിക്കാനെന്താ, കമ്പ്യൂട്ടർ പഠിക്കാമെന്ന് ആർക്കാ കമ്പ്യൂട്ടർ ഇല്ലാതെ, കമ്പ്യൂട്ടർ നോളജ് ഇല്ലാതെ ഇന്ന് ആർക്കാ ഉള്ളത്? അതെങ്ങനെ സ്വന്തമായിട്ട് പഠിച്ചതാണോ അതോ? സ്വന്തമായിട്ട് തന്നെ. അതായത് ഇപ്പോൾ കമ്പ്യൂട്ടറിൽ വലിയ മാസ്റ്ററൊന്നും അല്ല, എങ്കിലും ഓക്കെ. ഓഫീസിലൊന്നും വരാറുണ്ടോ? എല്ലാ ദിവസവും വരും. അഥവാ പുറത്ത് പോകേണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് ആൾ കാണിച്ചിട്ട് പോകില്ലെന്നിട്ട് വിളിച്ച് പറയും, ഓഫീസിൽ വരില്ല. എത്ര സമയം വരെ? അതായത് വൈകുന്നേരം എത്ര മണിക്കാണ്? വൈകുന്നേരം 7:30 വരെ ഇവിടെ ഉണ്ടാവും. 7:30 കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എല്ലാവരും ഏതാണ്ട് പണിക്കാരെല്ലാവരും പോയി കാണും അല്ലേ? 7:30 വരെ ഇവിടെ വർക്ക് ചെയ്യും, എന്നും വർക്ക് ചെയ്യും. 5:30 വരെയാണ് എങ്കിലും 2 മണിക്കൂർ ഓവർ ടൈം ചെയ്യും. അപ്പോൾ 7 തൊട്ട് പിന്നെ വീട്ടിൽ പോയാലും പണി തുടങ്ങും. വേറൊന്നൊരു പോക്കോ അല്ലെങ്കിൽ വേറെ ഇങ്ങോട്ട് പോകാൻ വേറെ എന്തുതരം പണികളാണ്? പേപ്പർ വർക്ക് എല്ലാം നമ്മൾ ചെയ്തെല്ലാം വെക്കുള്ളൂ. സമയം പോക്കലൊക്കെ ഇത് തന്നെ, ഇത് തന്നെയാണ്. ആ ജയം ഉള്ളിൽ കിടക്കുന്നിടത്തോളം കാലം നമുക്ക് ഇതൊരു അസുഖമായിട്ട് അങ്ങ് മാറും. പൈസ ഉണ്ടാക്കേണ്ട ഒരു അസുഖം. പൈസ ഉണ്ടാക്കുക എന്നുള്ളത്. ഉറക്കം എങ്ങനെയാണ് സാറേ? ഉറക്കം ശരിയായിട്ട് നമ്മളിപ്പോൾ ഒരു 11:30 ആകുമ്പോൾ ഉറങ്ങും. 11:30 ആകാതെ വീട്ടിൽ ആരും അങ്ങനെ ഉറങ്ങാറില്ല. അത് മാത്രമല്ല, രാത്രിയിൽ ഒരു സമയത്ത് ആഹാരം എല്ലാവരും കൂടെ ചേർന്ന് കഴിക്കണമെന്ന് നിർബന്ധമാണ്. ഇപ്പം മൂത്ത ആളിനൊരു കുട്ടി ഉണ്ടായി, അപ്പൊ മുത്തശ്ശനായി. ഡെഡിക്കേഷനും ഡിസിപ്ലിനും അത്യാവശ്യമാണ്. അതെ, അതിപ്പോൾ സാധാരണഗതി ഞാൻ വേറൊന്ന് പറയാം. സാധാരണ ഇവിടെ ഇപ്പോൾ കണ്ടിട്ടുള്ള ഒരു ബിസിനസ് ടേംസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നിന്ന് വന്ന് 7:30 ഇറങ്ങി കഴിഞ്ഞാൽ ഏതെങ്കിലും വണ്ടി എടുത്തുകൊണ്ട് 4 ഫ്രണ്ടിന് ഫോൺ ചെയ്തിട്ട് അടുത്ത് ക്ലബിലോ ബാറിലോ പോയി 2 ബെഗുമൊക്കെ അടിച്ച് വീട്ടിൽ പോയിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡിസിപ്ലിൻ അങ്ങ് മാറും. അതെ സാർ, ഈ ഡിസിപ്ലിനും ഈ സത്യസന്ധതയും ഈ പങ്ക്ച്വാലിറ്റിയും ഒക്കെ സാറ് കുടുംബത്തിനൊരു നാഥനായി നിന്ന് ചെയ്യുന്നത് പോലെ തന്നെ തൻ്റെ കമ്പനിയിലും സാറിൻ്റെ കമ്പനിയിലും അതുപോലെ നാഥനായി നിന്ന് ചെയ്യുന്നത് കണ്ടുകൊണ്ട് സാറിൻ്റെ പേരക്കുട്ടിയും ഇങ്ങനെ നമ്മുടെ ഇന്ത്യ അറിയപ്പെടുന്ന ഒരു ബിസിനസ്മാനായിട്ട് വളരട്ടെ എന്ന് സർവേശ്വരനോട്
പ്രാർത്ഥിച്ചുകൊണ്ട് സാറിനെ നമുക്ക് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷത്തോടു കൂടി വളരെ താങ്ക്സ്. ഇനി ഈ എപ്പിസോഡിലെ പ്രേക്ഷകർക്കായുള്ള ചോദ്യം ഇതാണ്: ആദ്യമായി പ്രതിരോധ മന്ത്രിയായ മലയാളി ആരാണ്? ഒന്നുകൂടെ പറയുന്നു, ആദ്യമായി പ്രതിരോധ മന്ത്രിയായ മലയാളി ആരാണ്? ഇതിനുള്ള ഉത്തരം എത്രയും വേഗം ഞങ്ങളെ വിളിച്ചറിയിക്കുന്നതിനുള്ള ഫോൺ നമ്പർ 04842317782183. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 04842317782183. ഇനി അടുത്ത എപ്പിസോഡുമായി നമുക്ക് കാണാം. നമസ്കാരം.